Justin and Giza. കണ്ണു ചുവക്കാണ് പല്ല് കടിക്കണം ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇത് ആക്ച്വലി ഒരു ഐദർ ഓർ വീഡിയോ ആണ് കേട്ടോ. എനിക്കറിയില്ല ഇതുവരെ ഇതെന്താണ് ആവാൻ പോകുന്നതെന്ന്. സോ ഐ ഹാവ് ടു ഓപ്ഷൻസ്. ഐദർ ദിസ് ഇസ് എ വീഡിയോ വെയർ മീ ആൻഡ് നന്ദ ആർ ഗോയിങ് ടു വാച്ച് പ്രേമം ഫോർ ദ സംതിങ്സ് ടൈം തിയേറ്ററിൽ. സോ തിയേറ്ററിൽ ഇറങ്ങിയ സമയത്ത് ഞങ്ങളൊന്ന് കണ്ടിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്ത് ഞങ്ങളത് തിയേറ്ററിൽ നിന്ന് കണ്ടിരുന്നു. പക്ഷേ ഇതിപ്പോൾ 10 years കഴിഞ്ഞിട്ട് വാലന്റൈൻസ് ഡേ പ്രമാണിച്ചവർ ഇറക്കിയത്. എന്നിട്ട് വെച്ച് കുറച്ച് ദിവസം എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. സോ എനിക്കത് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഐദർ ദാറ്റ് ഓർ അപ്പോൾ നമ്മളിപ്പോൾ ഇൻറ്റേൺസിനെ കയറിയേക്കാണ്. അപ്പോൾ ഇറങ്ങുന്ന ടൈം അനുസരിച്ചിട്ട് ഇഫ് വി ഗെറ്റ് ടൈം വിൽ ഗോ ഫോർ പ്രേമം ഓർ വി ആർ ഗോയിങ് ഫോർ നന്ദയുടെ സാരി ഷോപ്പിംഗ് ഫോർ ഹർ ഫെയർവെൽ. വെൽക്കം. ഓക്കെ, ഞാൻ എന്താ കോളേജിലെത്തി. എന്നിട്ട് ഇനി എന്താ വരുന്ന ടൈം അനുസരിച്ച് ബാക്കി തീരുമാനിക്കാം. ഐ ഡോണ്ട് വാണ്ട് ടു ബി ടു എക്സൈറ്റഡ് അബൌട്ട് വാച്ചിങ് പ്രേമം ബിക്കോസ് വാട്ട് ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ടു സീ ഇറ്റ്. റാസൽ കൈമീര വലിയ വീട്ടിൽ ആ രാജകുമാരൻ ഒറ്റയ്ക്കായിരുന്നു. ഏത് രാജകുമാരൻ ചേട്ടാ? നീ മിണ്ടാരോർക്ക അറബി കൂട്ടുകാർ. നീ എവിടെ നിന്നാണ് വന്ന മരഭൂതമേ? ക്രിക്കറ്റ് പോടാ. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മയുടെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ? Justin and Giza. കണ്ണു ചുവക്കാണ് പല്ല് കടിക്കണം ചങ്കിനകത്ത് താളമൊട്ടിക്കണ്ട് തകിട പട്ടിക്കണം. ചങ്കിനകത്ത് താളമൊട്ടിക്കണ്ട് തകിട പട്ടിക്കണം. കണ്ണു ചുവക്കാണ് പല്ല് കടിക്കണം നീട്ടി ചുരുക്കണം.
அது வந்து don't think I am saying because I am drunk. I am drunk. You are ill. Sorry. You look so very beautiful. கோயா ஷம்பு இங்க வாங்க. இவரை கொஞ்சம் கூட்டிட்டு போங்க. தெரியும். Very, very. கூட்டிட்டு போ. Oh my god. Okay. Oh wow, it's very nice. It's obviously very nice. അത് ഫുൾ ടൈം ഇനി ഫുൾ ഇങ്ങനെ ബ്ലഷ് മൊത്തം കാണാതെ അറിയാലോ. സിനിമ പറഞ്ഞുകൊണ്ടിരിക്കുക ഫുൾ ടൈം. എനിക്ക് ജോർജിന്റെ ഒന്നും കേൾക്കുന്നില്ല. പക്ഷെ ഞാൻ അതിനാ വന്നത്. ഇറ്റ്സ് ലൈക്ക് കോൺസേർട്ടിന് വരുന്ന പോലെ ഫുൾ കാണാതെ അറിയാവുന്ന സിനിമ കാണാൻ വരുന്നത്. ഞാൻ ഇന്ന് ആക്ച്വലി വന്നുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ഹെഡ്സെറ്റില് അല്ല ഹെഡ്സെറ്റിൽ ഞാൻ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നൈസ്, സോ നൈസ്. ഓ മൈ ഗോഡ്. ഫോർ റെഫറൻസ്, സ്വാഭാവികമായിട്ടും വി ലവ് പ്രേമം സോ മച്ച്. അതുകൊണ്ടാണ് നിങ്ങൾ വന്നത്. എവരിബഡി ലവ്സ് ബട്ട് വി ലവ് ബിയോണ്ട് ദ പോയിന്റ്. ഐ ഫീൽ ഐ ലവ് പ്രേമം. ലൈക്ക് കംഫർട്ട് മൂവിയാണ്. വെറുതെ പക്ഷെ തിയേറ്റർ കാലി ഫോർ സം റീസൺ. ആക്ച്വലി ഞാൻ എക്സാം കഴിയുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഞാൻ എഴുതി ഇറങ്ങിയില്ല. അമ്മച്ചത് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ 3 മണിക്ക് ഇറങ്ങും. 4 മണി വരെയുള്ള ഇതിന് വേണ്ടി ഇറങ്ങിയതല്ല. 3:15 ഇറങ്ങിയപ്പോ അപ്പൊ ലേറ്റ് ആയി. എക്സാമാണല്ലോ ഇമ്പോർട്ടന്റ്. ആ ഐഡിയ വാസ് എങ്ങാനും നമുക്ക് ലേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഈ ഹാർഡ് സയൻസിൽ പോകാൻ അല്ലെങ്കിൽ നമ്മൾ നോക്കാനായിട്ട് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. ദാറ്റ് ഈസ് അവർ ഐഡിയ. അതായിരുന്നു എൻ്റെ ഐഡിയ. ബിക്കോസ് എങ്ങനെ എനിക്ക് വരാൻ പറ്റുന്ന നോ മൈ ഗോഡ്. ബട്ട് ഓ മൈ ഗോഡ്, സോ 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 ഹാപ്പി. ഞാൻ പിന്നെ എന്തായാലും ഇപ്പം തന്നെ വരാമെന്ന് വിചാരിച്ചത് ബിക്കോസ് തിയേറ്റർ കുറച്ച് കാലിയായിട്ട് കിടക്കുന്ന കാരണം എങ്ങനെ ഇനി പിന്നെ റീലീസ് ചെയ്തില്ലെങ്കിലോ അപ്പോൾ ഞാൻ വിട്ടുപോലെ. ഇറ്റ്സ് ഓൾറെഡി ദിസ് ഇസ് റീ റിലീസ്. ഇനി ഒരു പ്രാവശ്യം റിലീസ്. അപ്പോ അങ്ങനെ ചെയ്തില്ലെങ്കിലോ പിന്നെ എന്തായാലും എങ്ങാനും ഉണ്ടായില്ല. എന്റെ 10 വർഷത്തിൽ ആദ്യമായിട്ടല്ലേ റിലീസ് ചെയ്യണേ. ഇൻഡസ്ട്രിയലർ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷെ അത് വിചാരിച്ച് പ്രേമ ഇടയ്ക്ക് വരുമെന്ന് കറക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ ഞാനേ എന്താ പറക്കാൻ പോണം? ചെറിയ ബിഗ് ഒക്കെ ഉണ്ട് ഈ സിനിമയിലൊക്കെ വെക്കുന്നുള്ളൊരു സാധനം സെറ്റ് ചെയ്താലോ? സാറൊക്കെ വിഗ് വെച്ചിട്ടുണ്ടെങ്കിൽ കാക്ക ഷോക്ക് അടിച്ച് വീണ് ലോറി കയറി പരന്ന് ഉണങ്ങിയ സാധനം തല വെച്ച് അതുപോലെ
ആരാണി അപ്പു? സോറി, വേറൊരു കേക്ക് എവിടെ ശ്രദ്ധിച്ചിരിക്കും? 3 പേര് എവിടെ ശ്രദ്ധിച്ചിരിക്കും? അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന അവൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലേലും സീമത്തൻ കോണ്ട്ര. അടിപൊളി. അവള് വേണ്ട, ഇവള് വേണ്ട, ഈ കാണുന്ന അവൾമാരൊന്നും വേണ്ട, ലവ് വേണ്ട, നമുക്ക് വേണ്ട, ഇവിടെ അല്ലേലും സീമത്തൻ കോണ്ട്ര. Butterflies mentally mental. So is love. സിനിമ കണ്ടിറങ്ങി ഒബ്വിയസ്ലി. പ്രേമത്തിനെ കാണാനാ ഞാൻ ഓർക്കുന്നത്. ആക്ച്വലി പൈസ കാണാൻ പൈസ കൊടുക്കണമെന്നെങ്കിൽ ഇങ്ങനെ പ്രേമല്ലേ സത്യം. ഞാൻ എക്സാമിന് ഇറങ്ങി. എല്ലാവർക്കും ഇങ്ങനെ ഇറങ്ങാൻ പറ്റത്തില്ല. 3 മണിക്ക് എല്ലാവരും ഇറങ്ങിയൊക്കെ എല്ലാവർക്കും പോകാതെ വെച്ചിരിക്കായിരുന്നു. പക്ഷെ ആരും ഇറങ്ങിയില്ല. ഞാനും 3:15 ആയല്ലോ ഇറങ്ങാൻ. 3 മണിക്ക് ഇറങ്ങണമായിരുന്നു. 3:40 ഷോ. പക്ഷെ പിന്നെ സീനില്ല. ശ്രീകാന്ത് നാളെ പോവാം, നാളെ ക്ലാസ്സില്ലേ, നാളെ 4:30 ക്ലാസ്സില്ലേ. പക്ഷെ എന്തായാലും അടിപൊളി. നാളെ വരെ ഓക്കെ. ഓക്കെ, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയിരുന്നെങ്കിൽ എല്ലാ ദിവസവും അല്ലേ. ഓക്കെ, അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ. ഇത്രേ ഉള്ളൂ. ഞങ്ങൾ പ്രേമം കാണാൻ വന്ന് പ്രേമം കണ്ട് ഇറങ്ങി വീട്ടിൽ പോവാണ്. ഇത്രേ ഉള്ളൂ. പക്ഷേ താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് നിങ്ങളുടെ തിയേറ്ററിൽ ഉണ്ടെങ്കിൽ പോകുന്നതിന് മുന്നേ go watch because it's such a, you'll still cherish it even if you are watching for the 100th time. It's still a good experience. Thank you for watching. Bye.